നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജ സ്രോതസ്സായ സൂര്യൻ എന്നും ശാസ്ത്രജ്ഞർക്ക് കൗതുകകരമായ ഒരു പഠന വിഷയമാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ ഒരു വശം മാത്രമേ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കൂ എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ സൂര്യൻ്റെ മറുവശത്ത് രൂപപ്പെടുന്ന സൗരപ്രവർത്തനങ്ങൾ പിന്നീട് കറങ്ങി ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ അവ വലിയ തോതിൽ സൗരജ്വാലകൾക്ക് കാരണമാവുകയും നമ്മുടെ സാറ്റലൈറ്റുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും വൈദ്യുതി ഗ്രിഡുകളെയും ബാധിക്കുകയും ചെയ്യാറുണ്ട്. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടുപിടിച്ചിരിക്കുകയാണ് ശാസ്ത്രലോകം. സൂര്യൻ്റെ മറുവശത്തുള്ള കാന്തിക മണ്ഡലങ്ങളെ തിരിച്ചറിയാനുള്ള പുതിയൊരു മാർഗം കണ്ടെത്തിയതിലൂടെ സൂര്യൻ്റെ അദൃശ്യമായ വശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സൗരമണ്ഡലത്തിലെ ശബ്ദതരംഗങ്ങളെ പഠന വിധേയമാക്കുന്ന ഹീലിയോസിസ്മോളജി എന്ന ശാസ്ത്രശാഖയാണ് ഇതിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. സൂര്യൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദതരംഗങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് സൂര്യൻ്റെ ഉൾഭാഗത്ത് എവിടെയൊക്കെ സജീവമായ മേഖലകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നും അവ എങ്ങനെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും കണ്ടെത്തുവാൻ ഗവേഷകർക്ക് സാധിക്കുന്നു. മുമ്പും സൂര്യൻ്റെ മറുവശത്തെ നിരീക്ഷിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിരുന്നു എങ്കിലും ഒരു പ്രധാന ഘടകം കൂടി കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അത് സൗരപ്രവർത്തനങ്ങളുടെ കാന്തിക ധ്രുവീകരണമാണ്. ഈ കുറവ് പരിഹരിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു മുന്നേറ്റമാണ്. നാഷണൽ സോളാർ ഒബ്സർവേറ്ററിയിലെ ഡോക്ടർ അമർ ഹമദയും സംഘവുമാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദതരംഗങ്ങളുടെ സിഗ്നലുകൾ വരുന്ന നേരിയ വ്യത്യാസങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് അവർ ഈ സുപ്രധാനമായ വിവരങ്ങൾ വേർതിരിച്ചെടുത്തത്. ഹീലിയോസിസ്മോളജി ഉപയോഗിച്ച് സൗരപ്രവർത്തനങ്ങൾ എവിടെയൊക്കെയാണെന്ന് കണ്ടെത്താൻ നേരത്തെ കഴിഞ്ഞിരുന്നു എങ്കിലും അവയുടെ കാന്തിക ധ്രുവീകരണം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ ഈ രീതിയിലൂടെ ആ കുറവ് പരിഹരിക്കാൻ കഴിഞ്ഞു. ഈ സിഗ്നലുകൾ പരിശോധിക്കുന്നതിലൂടെ കാന്തിക മണ്ഡലങ്ങൾ ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു സൗരജ്വാല എത്രത്തോളം ശക്തമായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്നതിൽ ഈ കാന്തിക മണ്ഡലങ്ങളുടെ ഘടനയ്ക്ക് വലിയ പങ്കുണ്ട്. ലോകമെമ്പാടുമുള്ള റോബോട്ടിക് ടെലിസ്കോപ്പുകളുടെ ശൃംഖലയായ ഗ്ലോബൽ ഓസിലേഷൻ നെറ്റ്വർക്ക് ഗ്രൂപ്പ് വഴിയാണ് ഇതിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നത്. സൂര്യൻ്റെ ഉപരിതലത്തിലെ കമ്പനങ്ങളെ തുടർച്ചയായി രേഖപ്പെടുത്തുന്ന ഈ സംവിധാനം സൂര്യൻ്റെ ഉൾഭാഗത്തേക്കുള്ള ഒരു ജനാലയായി പ്രവർത്തിക്കുന്നു. സൂര്യൻ നിരന്തരം ശബ്ദതരംഗങ്ങളാൽ മുഖരിതമാണ്. ഈ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന രീതിയും അവയിൽ വരുന്ന മാറ്റങ്ങളും പഠിക്കുന്നതിലൂടെ സൂര്യൻ്റെ ഉൾഭാഗത്തെയും മറുവശത്തെയും രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. സൂര്യൻ ഏകദേശം 27 ദിവസങ്ങൾ കൊണ്ടാണ് ഒരു തവണ സ്വയം കറങ്ങുന്നത്. അതിനാൽ സൂര്യൻ്റെ മറുവശത്ത് രൂപപ്പെടുന്ന കാന്തിക മാറ്റങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് അവ ഭൂമിയെ ബാധിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ മുന്നറിയിപ്പ് നൽകാൻ ഗവേഷകർക്ക് സാധിക്കും. സൗരപ്രവർത്തനങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നത് ഭൗമ സാങ്കേതിക വിദ്യയ്ക്ക് വലിയൊരു സുരക്ഷാ കവചമാണ്. സൂര്യൻ്റെ കാന്തിക ഘടന മനസ്സിലാക്കുന്നത് സ്പേസ് വെതർ അഥവാ ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുന്നു. ശക്തമായ സൗരപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും സാറ്റലൈറ്റുകൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ, പവർ ഗ്രിഡുകൾ എന്നിവ തകരാറിലാക്കുകയും ചെയ്യാറുണ്ട്. ഈ പുതിയ കണ്ടെത്തലിലൂടെ സൂര്യൻ്റെ അദൃശ്യമായ വശത്ത് എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി സൗരജ്വാലകൾ ഭൂമിയിലേക്ക് തിരിയുന്നതിന് മുൻപ് തന്നെ അവയുടെ തീവ്രത കണക്കാക്കാനും മുൻകരുതലുകൾ എടുക്കാനും ശാസ്ത്രലോകത്തിന് സാധിക്കും. ചുരുക്കത്തിൽ സൂര്യൻ്റെ മറുവശത്തെ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയതോടെ പ്രപഞ്ചത്തിലെ ഈ ഭീമൻ നക്ഷത്രത്തിൻ്റെ ചലനങ്ങൾ കൂടുതൽ കൃത്യതയോടെ പഠിക്കാനും മനുഷ്യൻ്റെ സാങ്കേതിക സംവിധാനങ്ങളെ സംരക്ഷിക്കാനും പുതിയൊരു അധ്യായം കൂടി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.